ജീവൻ മുക്തൻ, വിദേഹമുക്തൻ, ഈ രണ്ട് ശബ്ദങ്ങളും ആത്മാന്വേഷികൾക്ക് ചിരപരിചിതമാണ്. സ്ഥിരമായ അന്വേഷണങ്ങൾ ഇത് സംബന്ധിച്ച് പലരും അയച്ചു കാണാറുണ്ട്, പലരും ചോദിക്കാറുണ്ട്. ജീവൻ മുക്തൻ, വിദേഹമുക്തൻ, ഈ രണ്ട് ശബ്ദങ്ങളും ജ്ഞാനികളുടെ നിലയെ ഉയർത്തിക്കാട്ടുവാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു ജ്ഞാനി ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ ജീവൻ മുക്തനെന്നും മരിച്ചു കഴിഞ്ഞാൽ വിദേഹമുക്തനെന്നും സാമാന്യമായി പറയുന്നുവെങ്കിലും പൂർണ്ണമായും അതങ്ങനെയല്ല. ബ്രഹ്മജ്ഞാനം സിദ്ധിച്ച ശേഷവും അതിനായി ഉപയോഗിച്ച ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അല്പമാത്രമെങ്കിലുമുള്ള സ്വകർമ്മങ്ങളെ ഒട്ടലില്ലാതെ അനുഷ്ഠിച്ചു പോരുന്ന ജ്ഞാനിയെയാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. സ്ഥിതപ്രജ്ഞനായ ജ്ഞാനി താൻ കേവല ചൈതന്യ സ്വരൂപമെന്ന അവസ്ഥയെ ഒരു നിമിഷം പോലും മറക്കാതെ ശരീരം വീണു പോകും വരെ തന്നാലാവുന്ന കർമ്മങ്ങളിൽ ബ്രഹ്മമായി തന്നെ ഏർപ്പെടുന്നു. അവർ സ്വശരീരം വൃത്തിയാക്കി വയ്ക്കുന്നുണ്ട്, ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്, വസ്ത്രം അലക്കുന്നുണ്ട്, തൻ്റെ തന്നെ പ്രതിബിംബങ്ങളായ മറ്റു മനുഷ്യരൂപങ്ങളെയും ജീവജാലങ്ങളെയും കരുണയോടെ കാണുന്നുണ്ട്. അറിവ് അന്വേഷിച്ച് തന്നിലേക്ക് വന്നു ചേരുന്നവർക്ക് ആ അറിവ് പകർന്നു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സഹജമായ കർമ്മങ്ങളെല്ലാം ഒരു നദിയുടെ സ്വാഭാവിക ഒഴുക്കുപോലെ തുടർന്നു പോകുന്നവരാണ് ജീവൻ മുക്തൻ. എന്നാൽ ഇതെല്ലാം നടക്കുന്നുണ്ടെന്നോ താൻ ഈ നാമരൂപലിംഗ വർണ്ണങ്ങളുള്ള ഒരു സൃഷ്ടിയാണ് എന്നോ അത്തരത്തിലുള്ള ഒരനുഭവവും ഒരു ചിന്തയും ഒരു ജീവൻ മുക്തനിൽ ഉദിക്കുന്നില്ല. ഏറ്റവും സഹജമായി ഇവിടെ ചലിക്കുന്നു. ചലിക്കുന്ന ബ്രഹ്മമാണ് ജീവൻ മുക്തൻ. ചലിക്കുന്ന ബ്രഹ്മസ്വരൂപം, നമുക്ക് കാണായ ബ്രഹ്മം, അതിവിടെ ചലിക്കുന്നതായി നമുക്ക് തോന്നുന്നു. അങ്ങനെ ചലിക്കുന്ന ബ്രഹ്മമാണ് ജീവൻ മുക്തൻ. ജീവൻ മുക്തൻ്റെ ലക്ഷണങ്ങളെ പല ഉപനിഷത്തുകളും ഗ്രന്ഥങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട്. ബൃഹദാരണ്യകത്തിലും മുണ്ഡകോപനിഷത്തിലും കഠോപനിഷത്തിലുമൊക്കെ ജീവൻ മുക്തൻ്റെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ലളിതമായി ഋഭുഗീതയും ജീവൻ മുക്തൻ്റെ ലക്ഷണങ്ങളെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഋഭു നിദാഘനോട് ജീവൻ മുക്തൻ്റെ ലക്ഷണങ്ങളെ പറഞ്ഞു കൊടുക്കുകയാണ്. ആരാണോ സദാ ആത്മനിഷ്ഠമായി അഥവാ ആത്മസ്ഥിതമായി താൻ എന്താണോ അതിൽ തന്നെ ഉറച്ചിരിക്കുന്നത് അവരെ ജീവൻ മുക്തൻ എന്ന് പറയുന്നു. അഹം ബ്രഹ്മവദേവേദം അഹം ആത്മാ ന സംശയ ചൈതന്യാത്മേതി യസ്തിഷ്ഠേത് സ ജീവൻ മുക്ത ഉച്യതേ. ഞാൻ ബ്രഹ്മം മാത്രമാണ്, ഞാൻ തന്നെ പരമാത്മം, അതിൽ സംശയമില്ല. ജീവൻ മുക്തൻ അഥവാ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവുമില്ല. ന സംശയ, ഒരു സംശയവുമില്ലാത്തത് എന്തുകൊണ്ടാണ്? അനുഭവിച്ചുറച്ചത് കൊണ്ടാണ്. അനുഭവം കൊണ്ടേ സംശയം നീങ്ങുകയുള്ളൂ. താൻ ബ്രഹ്മം എന്നതിൽ ഒരു സംശയവുമില്ലാത്ത, താൻ കേവലം ചൈതന്യ ബ്രഹ്മമെന്ന് ഉറച്ചിരിക്കുന്നവരാരോ അവർ ജീവൻ മുക്തർ. ഞാൻ ബോധാത്മമാകുന്നു, പരമാത്മമാകുന്നു, നിർഗുണമാകുന്നു, പരമാതീതമാകുന്നു. ഞാൻ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളൊന്നും തന്നെയല്ല, അതൊന്നും എനിക്കില്ല. അതിനെല്ലാം ഉപരിയായ ചൈതന്യമാണ്. ബ്രഹ്മാഹമിതി യസ്യാന്ത സ ജീവൻ മുക്ത ഉച്യതേ. ഞാൻ ബ്രഹ്മം തന്നെ എന്ന് ഉറപ്പിച്ചിരിക്കുന്നവരാരോ അവരാണ് ജീവൻ മുക്തൻ. ആനന്ദഘനരൂപോസ്മി, ഞാൻ ആനന്ദത്തിന് സാരമാണ്. ആനന്ദത്തിന്, അനന്തമായ ആനന്ദത്തിൻ്റെ ഏറ്റവും ഘനമായ രൂപമാണ് ഞാൻ. ഞാൻ പരമാനന്ദത്തിനും അതീതമായ ആനന്ദമാണ്.
എന്തുകൊണ്ടാണ് പരമാനന്ദത്തിനും അതീതമായ ആനന്ദമെന്ന് പറയുന്നത്? എൻ്റെ ആനന്ദത്തെ അളക്കാവതല്ലാത്തത് കൊണ്ടാണ്. പരമാനന്ദം എന്ന ശബ്ദത്തെ നാം എങ്ങനെ കൽപ്പിക്കുന്നുവോ അപ്പോൾ തന്നെ ആ കൽപ്പനയെയും കടന്നു നിൽക്കുന്നതാണ് ബ്രഹ്മം. സദാ അങ്ങനെയുള്ള പരമാതീത ബോധാനന്ദമായിരിക്കുന്നത് ആരാണോ അവരാണ് ജീവൻ മുക്തൻ. യസ്യ ദേഹാദികം നാസ്തി യസ്യ ബ്രഹ്മേതി നിശ്ചയ. ആരാണോ ശരീരം, ലോകം, ഇന്ദ്രിയം, അതീന്ദ്രിയം തുടങ്ങിയ വികല്പങ്ങളിൽ നിന്ന് മുക്തമായി സ്വയം ബ്രഹ്മമെന്നുറച്ചിരിക്കുന്നത്, ആരാണോ പരമാനന്ദപൂർണമായിരിക്കുന്നത്, ആരാണോ അല്പം പോലും ഞാൻ എന്ന ഭാവം ചിന്ത ഇല്ലാതിരിക്കുന്നത്, അവരാണ് ജീവൻ മുക്തർ. ഇടയിലൊരു സംശയം ചോദിച്ചല്ലോ, മഹാജ്ഞാനികൾ സംസാരിക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്നുണ്ടല്ലോ എന്ന്. ഒരു ജ്ഞാനി ഞാൻ എന്ന് പറയുമ്പോൾ അത് ആ ശരീരത്തെ അല്ല, ബ്രഹ്മത്തെ തന്നെയാണ്. ഇത് മനസ്സിലാക്കണം. ബ്രഹ്മമാണ് സംസാരിക്കുന്നത്, ബ്രഹ്മമാണ് ചലിക്കുന്നത്, ആ ശബ്ദം ബ്രഹ്മമാണ്. ഭൂമി എന്ന ഈ ഗോളത്തിൽ മനുഷ്യർ പരസ്പരം ആശയവിനിമയം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പദം മാത്രമാണ് ഈ ഞാൻ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞു എന്നതുകൊണ്ട് അത് തെറ്റാവുന്നില്ല. പറയുന്നത് ബ്രഹ്മമാണ് എന്ന ധാരണയിൽ കേൾവിക്കാരൻ ഇരിക്കെയാണ് വേണ്ടത്. ശരീരത്തെ ദർശിക്കുന്നത് കൊണ്ടാണ് ഞാൻ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നതൊരു അപരാധമായി നമുക്ക് തോന്നുന്നത്. ഞാൻ എന്നുള്ളതിന് ഞാൻ എന്നല്ലാതെ എന്ത് പറഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുക? ഞാൻ എന്ന ആ ശബ്ദം ബ്രഹ്മത്തിൻ്റേതാണ്, ബ്രഹ്മമാണത്, ബ്രഹ്മമാണ് സംസാരിക്കുന്നത്. ഈ ധാരണ നമുക്കുണ്ടാവുകയാണ് വേണ്ടത്. അപ്പോൾ ആരാണോ സദാ ബോധത്തിന് ആധാരമായി ആനന്ദസ്വരൂപനായി പരമമായ ചൈതന്യമെന്നുറച്ചിരിക്കുന്നത്, ആരാണോ അന്യം രണ്ടാമതൊന്ന് എന്ന് സ്മരിക്കുക പോലും ചെയ്യാത്തത്, അവർ ജീവൻ മുക്തർ. അവർ സർവത്തിലും വ്യാപിച്ച പരിപൂർണ ബ്രഹ്മമായി തന്നെ തന്നെ അറിഞ്ഞുറപ്പിച്ചിരിക്കുകയാണ്. അവർ നിത്യവും പൂർണ്ണവുമായ ബ്രഹ്മമായി എല്ലായിടത്തും വ്യാപിച്ചിരിക്കുകയാണ്. അവർ പ്രകടമാക്കാത്ത ആനന്ദമായി സദാ ബ്രഹ്മമഗ്നരായിരിക്കുന്നു. പ്രകടമാക്കാത്ത ആനന്ദം. ആനന്ദം എന്ന വാക്കിനേക്കാൾ നാം പരമശാന്തി എന്ന വാക്ക് ഉപയോഗിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ജീവൻ മുക്തൻ പരമാനന്ദത്താൽ തുള്ളിച്ചാടുകയോ നൃത്തം വയ്ക്കുകയോ ചെയ്യുന്നില്ല. പരമപ്രശാന്താത്മാവായി സമചിത്തതയോടെ സഹജമായി വർത്തിക്കുകയാണ് ചെയ്യുന്നത്. ശുദ്ധ കൈവല്യ ജീവാത്മാ സർവസംഗ വിവർജിത. ആരാണോ ശുദ്ധവും ഏകവുമായിരിക്കുന്നത്, ആരാണോ എല്ലാ സംഘങ്ങളെയും വർജിച്ചിരിക്കുന്നത്, ആരാണോ പ്രസന്നവും ആനന്ദപൂർണവുമായിരിക്കുന്നത്, അവർ തന്നെ ജീവൻ മുക്തൻ. അവർ ഏകമായി പ്രശാന്തമായിരിക്കുന്നു. തങ്ങളുടെ പ്രശാന്തിക്ക് കോട്ടം വരുന്ന സംഘങ്ങളിലേക്ക് അവർ പോവുകയില്ല. ഈ ലോകത്തിൽ വ്യാപരിക്കുന്നു എന്ന് തോന്നിയാലും അടുത്ത നിമിഷത്തിൽ ലോകത്തിൽ നിന്നും അവർ പിൻവാങ്ങിയിരിക്കുന്നതായും നമുക്ക് കാണാൻ കഴിയും. അവർക്കൊരസ്തിത്വങ്ങളുമില്ല. ആരെങ്കിലും ആണ്, എന്തെങ്കിലും ഉണ്ട് എന്നുള്ളതൊന്നും ജീവൻ മുക്തനില്ല. തൻ്റെ നാമത്തിനോടോ തൻ്റെ രൂപത്തിനോടോ തൻ്റെ കർമ്മത്തിനോടോ ചേർന്ന് വരുന്ന ഒരു തരത്തിലുള്ള ഭോഗങ്ങളെയും സുഖങ്ങളെയും പ്രശസ്തിയെയോ പേരിനെയോ ഒന്നും തന്നെ ജ്ഞാനി കാക്ഷിക്കുന്നില്ല. അതവരെ അല്പം പോലും ബന്ധിക്കുന്നില്ല. അതിലേക്ക് മനസ്സ് പോകുന്നത് തന്നെയില്ല. എനിക്ക് മനസ്സില്ല, നമേ ചിത്തം നമേ ബുദ്ധി ന അഹങ്കാരോ ന ചേന്ദ്രിയ. ചിത്തമില്ല, ബുദ്ധിയില്ല, അഹങ്കാരങ്ങളില്ല, ഇന്ദ്രിയങ്ങളുമില്ല, ദോഷങ്ങളും ഗുണങ്ങളുമില്ല, ദേഹമില്ല, പ്രാണനുമില്ല, ഞാൻ ഒന്നും തന്നെയല്ല. ഇത് ഉറച്ചിട്ടുള്ളവരാരാണോ അവർ തന്നെ ജീവൻ മുക്തൻ. മായ എന്നതും ഇവിടെയില്ല. കാമവും ക്രോധവും പരനും എനിക്കില്ല.
എൻ്റേത് എന്നതും എനിക്കില്ല. എനിക്ക് കുറവുകളില്ല, ലിംഗഭേദങ്ങളില്ല, സ്ത്രീ പുരുഷൻ മറ്റ് ലിംഗങ്ങൾ ഇതൊന്നും എനിക്കില്ല. ബന്ധങ്ങളും ലോകങ്ങളും എനിക്കില്ല. കാതും മൂക്കും കണ്ണും മനസ്സും നാവും കാര്യവും കാരണവും ഒന്നും തന്നെ എനിക്കില്ല. എനിക്ക് അവസ്ഥകളൊന്നും തന്നെയില്ല. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുര്യം ഇതൊന്നുമില്ല. അതുകൊണ്ടാണ് തുര്യാതീത പരഹ ശിവ എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമാണ്, ഏറ്റവും ഒടുവിലത്തേതാണെന്ന് എന്തിനെ വിചാരിക്കുന്നു, അപ്പോൾ തന്നെ അതിനെ കടന്നു നിൽക്കുന്നു ബ്രഹ്മം. ഇതൊന്നും, ഈ കാണുന്നതൊന്നും, അല്ലെങ്കിൽ ഇത് എന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നതൊന്നും അല്പം പോലും എൻ്റേതല്ല. അത് എന്നതും എൻ്റേതല്ല. ലോകം എനിക്കില്ല. ഞാൻ എന്താണോ അതായി തന്നെ ഇരിക്കുന്നു. കാലം, ദേശം, വസ്തുക്കൾ, സ്നാനജപാദികൾ, അലങ്കാരങ്ങൾ, തീർത്ഥം, സേവകൾ, ദേവതകൾ, ദേവസ്ഥാനങ്ങൾ ഇങ്ങനെയുള്ളതൊന്നും എനിക്കില്ല. നമേ ബന്ധം, നമേ ജന്മം, നമേ ജ്ഞാനം, നമേ പദം. എനിക്ക് ജന്മമില്ല, എനിക്ക് ബന്ധങ്ങളില്ല, എനിക്ക് ജ്ഞാനമെന്നതുമില്ല, സ്ഥാനമാനങ്ങളില്ല, വാക്കുകളില്ല, ഇതൊന്നും തന്നെ ഇല്ല. ഇതൊക്കെ ഉറച്ചിരിക്കുന്നവരാണ് ജീവൻ മുക്തൻ. നമേ ഭോക്തവ്യമീഷദ്വ നമേ ധ്യാതവ്യം അണ്ണുഅപി. ഞാനൊന്നും അണുമാത്രം പോലും ആസ്വദിക്കുന്നില്ല. ഒരു ജ്ഞാനി ഈ ലോകത്തിൽ എല്ലാറ്റിനെയും ദർശിക്കുന്നു, എല്ലാം ഭുജിക്കുന്നു, എല്ലാവരോടും എല്ലായ്പ്പോഴും മന്ദഹസിക്കുന്നു, ചുറ്റുമുള്ള സംഗീതത്തെ ശ്രവിക്കുന്നതായി തോന്നുന്നു, പ്രപഞ്ച നൃത്തത്തെ വീക്ഷിക്കുന്നതായി തോന്നുന്നു, പക്ഷെ ഒന്നും തന്നെ ആസ്വദിക്കുന്നില്ല. ഈ ലോകനാടകത്തെ പുഞ്ചിരിയോടെ നോക്കിക്കണ്ട് അഭിപ്രായങ്ങൾക്കെല്ലാം തലയാട്ടിയിരിക്കുന്നു എന്ന് മാത്രം. ഒന്നും തന്നെ അവിടെ പതിയുന്നില്ല. കഴിഞ്ഞ നിമിഷത്തെ കാഴ്ച എന്തായിരുന്നു എന്നത് ഓർക്കുന്നില്ല, ഒന്നിനോടും ഒട്ടുന്നില്ല, ഒന്നും ആസ്വദിക്കുന്നില്ല. ഒരണു മാത്രം പോലും ഒന്നിനെയും ധ്യാനിക്കുന്നുമില്ല. ഒരു ജ്ഞാനിക്ക് ധ്യാനമില്ല. എന്തുകൊണ്ടാണ് ധ്യാനമില്ലാത്തത്? ധ്യാനിക്കാനായി ഒന്നും തന്നെ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. സാധകനായിരിക്കുമ്പോൾ ബ്രഹ്മത്തെ ധ്യാനിക്കുന്നു. എന്നാൽ സ്വയം ബ്രഹ്മം തന്നെയായിരിക്കുന്ന ജ്ഞാനിക്ക് ധ്യാനിക്കാനായി ഒരണു മാത്രം പോലും ഒന്നും തന്നെ ഇല്ല. ഒന്നും തന്നെ സ്മരിക്കാനുമില്ല. നമ്മെ സ്മർത്തവ്യമേവായം, എനിക്കൊന്നും തന്നെ സ്മരിക്കാനുമില്ല. എല്ലാ സ്മരണകളും വാസനകളാണ്. എല്ലാ സ്മരണകളും വാസനകളാണ്. ഈ സ്മരണകളെല്ലാം കൂടി ഒഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്വനിലയെ കൈവരിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളിൽ സ്മരണകൾ രൂഢമൂലമായി കിടക്കുന്നുവെങ്കിൽ വാസനാക്ഷയം സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം. വാസനാമുക്തമായ ജ്ഞാനി ഒന്നും തന്നെ സ്മരിക്കുന്നില്ല, ഒന്നും തന്നെ ഓർത്തു വയ്ക്കുന്നില്ല. ഇങ്ങനെ ഉറച്ചിരിക്കുന്നവരാരോ അവരാണ് ജീവൻ മുക്തർ. അധ്യാരോപ്യം ന മേ കിഞ്ചിത് അപവാദോ ന മേ ക്വചിത്. അധ്യാരോപങ്ങൾ, മിഥ്യാജ്ഞാനങ്ങളൊന്നും തന്നെ എനിക്കില്ല. എന്താണ് മിഥ്യാജ്ഞാനങ്ങൾ? ഈ മായയിൽ കിടന്നുള്ള കളി തന്നെയാണ്. അതുണ്ട്, ഇതുണ്ട്, ഇങ്ങനെയുള്ള മിഥ്യാജ്ഞാനങ്ങളൊന്നും തന്നെ ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപവാദങ്ങളുമില്ല. ശുദ്ധി, നിറം, തിളക്കം, ഏകത്വം, ബഹുത്വം, ഭൂതങ്ങൾ, കർമ്മങ്ങൾ ഇതൊന്നും തന്നെ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമേ കോഹം നമേ ചേതം നമേ നാന്യം നമേ സ്വയം. ഞാൻ ആരാണ് എന്നതും എനിക്കില്ല. ഇത്, അത്, അന്യം, സ്വയം ഇതൊന്നും എനിക്കില്ല. സ്വസ്ഥമെന്നതുമില്ല. സ്വസ്ഥം എന്താണ്? താൻ തന്നിൽ തന്നെ ആയിരിക്കുക എന്നതാണ്. അതുപോലുമില്ല. ഈ ഞാൻ ആരാണ്, സ്വയം, അത്, ഇത്, സ്വസ്ഥം ഇത്തരത്തിലുള്ളതെല്ലാം ചിന്തകളാണ്. ഇതെല്ലാം ദ്വൈതബോധത്തിൽ ഉയരുന്ന ചിന്തകളാണ്. ചിത്തം, ചിന്ത, ഭാവം, രണ്ടാമതൊന്ന്, ഇതൊന്നുമില്ലാത്ത
ഇതിനെല്ലാം അതീതമായ ബ്രഹ്മത്തിൽ ഇതൊന്നും തന്നെയില്ല. ഞാൻ സ്വസ്ഥമാണ് എന്നത് ചിന്തിക്കുകയില്ല, പറയുകയില്ല. സ്വസ്ഥമായിരിക്കുകയാണ്. അത് സ്വയം സ്വസ്ഥം തന്നെയാണ്. അതിൻ്റെ സഹജ നില തന്നെ അതാണ്. നമേ ത്യാജ്യം നമേ ഗ്രാഹ്യം നമേ ജ്ഞാത നമേ ജ്ഞാനം നമേ ജ്ഞേയം നമേ സ്വയം. എനിക്ക് ത്യജിക്കാനൊന്നുമില്ല, ഗ്രഹിക്കാനുമില്ല. എന്തെങ്കിലും ത്യജിക്കണമെങ്കിൽ എന്തുണ്ടാവണം? എന്തിൻ്റെയെങ്കിലും ഉടമസ്ഥനായിരിക്കണം. എന്തെങ്കിലും ഉള്ളവനല്ലേ ത്യജിക്കാൻ കഴിയുകയുള്ളൂ. ഒന്നും തന്നെ ഇല്ലാത്തവന് ത്യജിക്കുക എന്നതുപോലും വരുന്നില്ല. ഗ്രഹിക്കാനും ഒന്നും തന്നെയില്ല. എനിക്ക് വ്രതങ്ങളില്ല, തളർച്ചയില്ല, സുഖമോ ദുഃഖമോ ഇല്ല. നമേ ജ്ഞാത, അറിയുന്നവൻ, അറിവ്, അറിയാനുള്ളത്, ഇതും എനിക്കില്ല. അറിയുന്നവൻ എന്നത് എനിക്കില്ല, അറിവെന്നതുമില്ല, അറിയാനുള്ളത് ഇതുമില്ല. ഗോത്രമോ സൂത്രമോ എനിക്കില്ല. എനിക്ക് ഗോത്രമോ കുലമോ ഒന്നുമില്ല. ഈ ഗോത്ര ചിഹ്നങ്ങളുമില്ല. പൂണൂലോ ശിഖിയോ ഉടവാളോ പരിചയമോ ഒന്നും ബ്രഹ്മത്തിനില്ല. എനിക്ക് യോഗ്യതകളുമില്ല. നമേ പാത്രം നമേ കൃപ, കൃപ എന്നതുമില്ല. ഒന്നും അല്പം പോലുമില്ല. ഒരാശയങ്ങളുമില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇതിനെ ഓരോന്നിനെയും ഇത് ഞാനല്ല, ഇത് ഞാനല്ല, ഇതൊന്നും എനിക്കില്ല എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു തരത്തിലുള്ള കൽപ്പനകളും യാതൊരു വികൽപ്പങ്ങളും ഒരു തരത്തിലുള്ള ആശയങ്ങളും അവിടെ ഇല്ല. അത്രയ്ക്കൊഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒഴിഞ്ഞുറച്ചിരിക്കുന്നവനാണ് ജീവൻ മുക്തൻ. ബ്രഹ്മൈവാഹം ചിദേവാഹം പരൈവാഹം ന സംശയ സ്വയമേവ സ്വയം ജ്യോതി സജീവൻ മുക്ത ഉച്യതേ. ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ബോധമാണ്, ഞാൻ പരമമാണ്, നിസ്സംശയം. ഞാൻ തന്നെയാണ് എൻ്റെ വെളിച്ചം. എൻ്റെ ജ്യോതിസ് ഞാൻ തന്നെയായിരിക്കുന്നു. ആരാണോ തന്നെ തന്നിൽ തന്നെ കാണുന്നത്, ആരാണോ സദാ തന്നിൽ തന്നെ ആയിരിക്കുന്നത്, ആരാണോ കാണായതെല്ലാം താൻ തന്നെ എന്നറിഞ്ഞിരിക്കുന്നത്, അവർ തന്നെ ജീവൻ മുക്തൻ. ഈ ഭൂമിയിൽ സഹജവും അല്പമാത്രവുമായ കർമ്മങ്ങളെ അനുഷ്ഠിച്ച് സാധാരണമായി കഴിഞ്ഞു പോകുന്ന ചലിക്കുന്ന ബ്രഹ്മമാണ് ജീവൻ മുക്തർ. ഇങ്ങനെ ജീവൻ മുക്തനാവാൻ കഴിയുന്നത് ആർക്കാണ്? യേ വേദവാദവിധി കൽപ്പിത ഭേദബുദ്ധ്യ പുണ്യാഭിസന്ധരധിയ സന്ധിതധിയ പരികർഷയന്ത ദേഹം സ്വകീയമതി ദുഃഖപരാപരാഭി തേഷാം സുഖായ നദുജാതു തവേശപാദാത്. ഹേ പ്രഭു, ആരാണോ വേദാദി ശാസ്ത്രഗ്രന്ഥങ്ങളെ പഠിച്ച് അതിൽ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ട് ഭേദബുദ്ധിയായിരിക്കുന്നത്, ആരാണോ ശരീരത്തെ പുണ്യാർജനത്തിനായി പലവിധ പീഡകളിലൂടെ ദുഃഖിപ്പിക്കുന്നത്, അവർക്കൊന്നും അവിടുത്തെ പാദപദ്മങ്ങളിൽ നിന്നും പ്രവഹിക്കുന്ന ആനന്ദത്തെ പ്രാപിക്കുക സാധ്യമല്ല. ശാസ്ത്രം പഠിക്കുന്നത് ധാരണ ഉറപ്പിക്കാനായിരിക്കണം, തർക്കിക്കാനാകരുത്. നിങ്ങൾക്ക് ഗുരുമുഖത്തു നിന്നോ മറ്റെന്തെങ്കിലും വിധത്തിലോ ഈ വഴിയെപ്പറ്റി അറിവ് കിട്ടി, അല്ലെങ്കിൽ മഹാവാക്യ ശ്രവണമുണ്ടായി. ആ നിമിഷം തന്നെ അതാണ് സത്യം, അതാണ് വഴി എന്ന് ഉറപ്പ് വന്നു എങ്കിൽ മാത്രം അതിലെ നടക്കുക. കേവലം ബൗദ്ധിക വ്യായാമത്തിനോ തർക്കങ്ങളിൽ ഏർപ്പെട്ട് വിജയിയാവാനോ ഒന്നും ഈ വഴി പോകേണ്ടതില്ല. ഒരു കാര്യവും ഉണ്ടാകുകയില്ല. വെറുതെ സമയം പാഴാക്കാമെന്ന് മാത്രം. ഈ ഋഭുഗീതയും ഈ വേദാന്ത ഗ്രന്ഥങ്ങളുമെല്ലാം തീവ്ര പക്വന്മാർക്ക് വേണ്ടിയുള്ളതാണ്. ഇന്ന് നാം പലപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ള കാര്യമാണ്, വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇതെല്ലാം തീവ്ര പക്വന്മാർക്ക് വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു തീവ്ര പക്വൻ ഏറ്റവും അധികം പാലിക്കേണ്ട, അല്ലെങ്കിൽ അയാൾക്ക് സഹജമായി ഉണ്ടായി വരേണ്ട ഗുണങ്ങളിലൊന്നാണ് തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. എന്തും പഠിക്കുന്നത് ബ്രഹ്മധാരണ ഉറപ്പിക്കാനാണെന്ന അറിവുണ്ടായിരിക്കുക. മറ്റൊരാളുടെ അഭിപ്രായത്തെ
അത് അയാളുടെ അഭിപ്രായമാണ്, അതാണ് അയാളുടെ ഇപ്പോഴത്തെ ശരി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് നമ്മളുടെ അഭിപ്രായവുമായി നമ്മൾ മുന്നോട്ട് നടന്നുകൊള്ളുക. അവരെ ശരിയാക്കാൻ നിൽക്കരുത്, അവരോട് തർക്കിക്കാൻ നിൽക്കരുത്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയരുത്. ഒരാൾ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് അയാളുടെ ശരിയാണ് എന്ന് ഒരു തീവ്രപക്വൻ മനസ്സിലാക്കിക്കൊള്ളണം. അതുപോലെ തന്നെയാണ് പുണ്യം കിട്ടാൻ വേണ്ടി തീർത്ഥയാത്ര നടത്തിയതുകൊണ്ടോ അന്നദാനം നടത്തിയതുകൊണ്ടോ വ്രതം അനുഷ്ഠിച്ചതുകൊണ്ടോ ഒന്നും ബ്രഹ്മത്തെ അടയുക സാധ്യമല്ല എന്ന് പറയുന്നതും. കാരണം ലക്ഷ്യം എന്താണ്? പുണ്യാർജനമാണ്, സ്വർഗാർജനമാണ്. ഇതൊക്കെ കടന്നു വരണം ഒരു തീവ്രപക്വൻ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ അത് ചെയ്യുന്നവർ ചെയ്തു കൊള്ളട്ടെ. അവരുടെ ഇപ്പോഴത്തെ നില അതാണ്. അവരത് ചെയ്യേണ്ടവരാണ് ഈ നിമിഷത്തിൽ. അതിനെ പോയി നമ്മൾ തടസ്സപ്പെടുത്താതിരിക്കുക. നിങ്ങളിത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാതിരിക്കുക. അവരെ അവരുടെ വഴിക്ക് വിടുക. നമ്മൾ മൗനമായി നമ്മുടെ കാര്യം നോക്കി പോവുക. ഈ വഴി നമുക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ചു കൂവി നടക്കാനുള്ളതൊന്നുമല്ല. നമ്മൾ പണിയെടുത്ത് നമ്മൾ ഈ കാര്യത്തെ അറിയാൻ വേണ്ടിയുള്ളതാണ്. അതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും. എവിടെ നിന്നെങ്കിലും അല്പം മാത്രം എന്തെങ്കിലും അറിഞ്ഞിട്ട് അതിനെ വിളിച്ചു കൂവിക്കൊണ്ട് നടക്കുന്നത് കൊണ്ട് നമുക്കോ അല്ലെങ്കിൽ അന്യനോ ഒരു പ്രയോജനവും ഇല്ല. അതും കൂടെ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ഇത്തരം മാനസിക ഭാവങ്ങളൊക്കെ ഒരു തീവ്രപക്വനിൽ അവസാനിച്ചിരിക്കണം. അപ്പോൾ ആർക്കൊക്കെ എങ്ങനെയുള്ളവർക്ക് ഇത് അറിയാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ ആർക്കാണ് അറിയാൻ കഴിയുന്നത്? കസന്തരേത ഭവസാഗരമേതദുദ്യത് ഉദ്യത്തരംഗ സദൃശം ജനിമൃത്യുരൂപം ഈശാർച്ചനാവിധി സുബോധിത ഭേദഹീന ജ്ഞാനോടുപേന പ്രതരേത് ഭവഭാവയുക്ത. ആരാണോ ബോധരൂപമായ ബ്രഹ്മത്തെ, ഈശ്വരനെ ശരിയായ വിധികളാൽ ഉപാസിച്ച് ധ്യാനമഗ്നരായിരിക്കുന്നത്, അവർക്ക് മാത്രമേ അഭേദജ്ഞാനമാകുന്ന വഞ്ചിയിലേറി ഈ സംസാര സാഗരത്തെ തരണം ചെയ്യാനാകൂ. അപ്പോൾ ഈ ഭൂമിയിൽ ചലിക്കുന്ന ബ്രഹ്മമാണ് ജീവൻ മുക്തൻ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി വിദേഹമുക്തൻ ആരാണ്? ശരീരമുള്ളതായി കാണപ്പെടുമ്പോൾ തന്നെ പരിപൂർണ ബ്രഹ്മനിലയെ പ്രാപിച്ച് അചലമായിരിക്കുന്ന ജ്ഞാനിയെ വിദേഹമുക്തൻ എന്ന് പറയുന്നു. അചല ബ്രഹ്മം. ആ ശരീരം ഈ മായാപ്രപഞ്ചത്തിൽ ഉദിച്ചു നിൽക്കുന്നുവെങ്കിലും അതല്പം പോലും ചലിക്കുന്നില്ല. പൂർണ്ണമായും ശരീരബോധത്തെ വെടിഞ്ഞിരിക്കുകയാണ്. ഒരു നിമിഷത്തേക്ക് പോലും സ്വനിലയിൽ നിന്നവർ ചലിക്കുന്നില്ല. ചലിക്കാനിടമില്ലാത്ത അകം പുറം നിറഞ്ഞിരിക്കുന്ന കാലാതീതവും സമയാതീതവും സീമാതീതവുമായ ബ്രഹ്മത്തിന് ചലനമുണ്ടോ? ഇല്ല. എല്ലായിടത്തും താൻ തന്നെ നിറഞ്ഞിരിക്കയാൽ അത് അചലമായിരിക്കുന്നു. താൻ ഒഴിഞ്ഞ് ഒരിടമുണ്ടെങ്കിലേ ചലനം എന്നത് വരുന്നുള്ളൂ. അങ്ങനെ ഇടമില്ലാത്ത ബ്രഹ്മമായി തന്നെ ഇരിക്കുന്ന ജ്ഞാനിയെ വിദേഹമുക്തൻ എന്ന് പറയാം. ഒരു വിദേഹമുക്തനെ കണ്ടെത്തുക പ്രയാസമാണ്. കാരണം അവർ സ്വാനുഭവം ഉണ്ടായാൽ ഉടൻ തന്നെ ലോകത്തു നിന്നും പിൻവാങ്ങി മറഞ്ഞ ഇടങ്ങളിലിരുന്ന് ദേഹമുക്തി വരുത്തുന്നു. ശരീരം സ്വാഭാവികമായി വീണു പോകും വരെ നിത്യകർമ്മങ്ങളോ അന്നാദികളോ ഒന്നുമില്ലാതെ കഴിയും. ആരെങ്കിലും അത്തരം ശരീരങ്ങളെ കണ്ടെത്തിയാൽ അവർ ആ ശരീരത്തിനെ ഭക്ഷണം കഴിപ്പിച്ചാലോ കുളിപ്പിച്ചാലോ ഒന്നും അവരത് അറിയുന്നില്ല. ജീവൻ മുക്തൻ അവരുടെ ശരീരം വീണു പോകുന്ന കാലമാവുമ്പോഴേക്കും വിദേഹമുക്താവസ്ഥയിലേക്ക് പിൻവലിയുന്നതായും കാണാറുണ്ട്. അതായത് സ്വകർമ്മങ്ങളെ, അല്പമെങ്കിലുമുള്ള സ്വകർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് ചലിച്ചുകൊണ്ടിരുന്ന ജീവൻ മുക്തൻ തങ്ങളുടെ ശരീരം വീണു പോകാറായി എന്ന ബോധ്യം വരുന്ന സമയത്ത് വിദേഹമുക്താവസ്ഥയിലേക്ക് പിൻവലിയാറുണ്ട്. ഏകാന്തവാസികളാവാൻ ശ്രമിക്കാറുണ്ട്. ശരീരബോധത്തെ പൂർണ്ണമായും കളഞ്ഞ്
എന്താണോ ആ നിലയിലിരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ വിദേഹമുക്തനെക്കുറിച്ച് ഋഭു നിദാഘനോട് പറയുകയാണ്, ദേഹമുക്തി പ്രകരണം നിദാഘ ശൃണു ദുർലഭം ത്യക്ത്യാത്യക്തം ന സ്മരതി വിദേഹമുക്താൻ ഏവസ. നിദാഘ, ഏറ്റവും ദുർലഭമായ വിദേഹമുക്തിയെ പറ്റി പറയാം. ത്യക്താത്യക്തം ന സ്മരതി, ത്യജിച്ചതിനെയും ത്യജിക്കാത്തതിനെയും പറ്റി അല്പം പോലും സ്മരണയില്ലാത്തവരാരാണോ അവർ തന്നെ വിദേഹമുക്തർ. ബ്രഹ്മമായി പ്രശാന്തമായി അന്യമില്ലാതെ സദാ സന്തുഷ്ടനായി തന്നിൽ തന്നെ മഹാമൗനിയായിരിക്കുന്നവരാരാണോ അവർ വിദേഹമുക്തൻ. മഹാമൗനി, അകത്തും പുറത്തും ഒന്നും തന്നെയില്ല. പുറത്ത് വായു തുറക്കണമെങ്കിൽ അകത്തൊരു ചലനം ഉണ്ടാകണമല്ലോ. ആ അല്പമാത്രമായ ചലനം പോലും വിദേഹമുക്തനില്ല. സകലതിനും ആത്മാവായി, എല്ലാ ഭൂതങ്ങൾക്കും ആത്മാവായി, സർവശാന്തമായി സർവമുക്തമായി ഇരിക്കുന്നു വിദേഹമുക്തൻ. ഏകാത്മം, സാക്ഷിത്വം ഇത്യാദി ഭാവങ്ങളൊന്നും വിദേഹമുക്തനില്ല. അതും കൂടി വെടിഞ്ഞിരിക്കുകയാണ്. ലക്ഷ്യാത്മാ ലാലിതാത്മാഹം ലീലാത്മാ സ്വാത്മമാത്രകം. പ്രാപിക്കേണ്ടതായ, ലാളിക്കേണ്ടതായ, പരിലാളിക്കേണ്ടതായ ആ സത്ത, ആ ആത്മം ഞാൻ തന്നെയാണ്. ലീലകളാടുന്ന ആത്മം ഞാൻ തന്നെയാണ്. ഇതറിഞ്ഞുറച്ച് മൗനമായും സ്വാഭാവികമായും ഇരിക്കുന്നു വിദേഹമുക്തൻ. സ്വാഭാവികമായതും സഹജമായതും എന്താണ്? ഉണ്മയാണ്, ബ്രഹ്മമാണ്. ഏറ്റവും പ്രകാശമേറിയ, തിളക്കമേറിയ ആ സ്വാത്മം, ബ്രഹ്മം, അത് ഞാൻ തന്നെയാണ്. അജാത്മാ ചാമൃതാത്മാ, ജനിച്ചിട്ടില്ലാത്തതും മരണമില്ലാത്തതുമായ ആ ബ്രഹ്മം ഞാൻ തന്നെയാണ്. ആനന്ദത്തിന് ആത്മാവായതും ഏറ്റവും പ്രിയമായതും മുക്തമായതും ഞാൻ തന്നെയാണ്. ആരാണോ ഇത് ഉറപ്പിച്ച് ഇത് തന്നെയായിരിക്കുന്നത് അവർ വിദേഹമുക്തർ. ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ബോധമാണ് എന്ന ചിന്തയല്ല അവിടെ ഉള്ളത്. അത് മനസ്സിലാക്കണം. ഇത് ചിന്തിച്ചിരിക്കുകയല്ല. ഇതൊന്നും ചിന്തിക്കാതെ അതായിരിക്കുകയാണ്. ആ അനുഭവം എന്താണോ അതായിരിക്കുകയാണ്. സദാ ബോധാത്മമായിരിക്കുകയാണ് വിദേഹമുക്തൻ. ഈ അനുഭവം എന്നുള്ള വാക്ക് പറയുമ്പോൾ എന്തെങ്കിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കരുത്. നമുക്കതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ വാക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഒന്നും തന്നെ അനുഭവിക്കുന്നുമില്ല. കാറ്റിന് താൻ കാറ്റാണ് എന്ന് ചിന്തിക്കേണ്ടതില്ല, അതാണ്. വെളിച്ചത്തിന് താൻ വെളിച്ചമാണെന്ന് ചിന്തിക്കേണ്ടതുമില്ല, അതാണ്. അതുപോലെയാണ് ജ്ഞാനിക്ക് അല്ലെങ്കിൽ ഒരു വിദേഹമുക്തന് ഒന്നും അല്പം പോലും ചിന്തയില്ല, മനസ്സില്ല, അതായിരിക്കുക മാത്രമാണ്. നിശ്ചയം ച പരിത്യജ അഹം ബ്രഹ്മേതി നിശ്ചയം. ഞാൻ ബ്രഹ്മമാണെന്ന നിശ്ചയത്തെ തന്നെ പരിത്യജിച്ചിരിക്കുകയാണ്. താൻ ബ്രഹ്മമാണ് എന്ന ആ നിശ്ചയം, ആ ഉറപ്പ്, അതിനെ തന്നെ പരിത്യജിച്ചിരിക്കുകയാണ്. ഉണ്മയെ നിശ്ചയിക്കേണ്ടതുണ്ടോ? ഇല്ല, അത് ഉണ്മയാണ്. അതിനെ നിശ്ചയിക്കേണ്ടതായില്ല. അതാണ് സത്യം. ആ സത്യമായിരിക്കുകയാണ്. ഞാൻ ബ്രഹ്മമാണ് എന്ന് ബ്രഹ്മം സ്വയം നിശ്ചയിക്കേണ്ടതില്ല. അതാണ് പരമമായ നില, സ്വനില. അങ്ങനെ ഇരിക്കെയാണ് വിദേഹമുക്തൻ. ഈ നിലയൊക്കെ ഏതാണ്ടൊന്ന് സൂചിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വാക്കുകൾ കൊണ്ടിതൊന്നും പറഞ്ഞ് ഫലിപ്പിക്കുക സാധ്യമല്ല കേട്ടോ. അതുകൊണ്ട് ഏതാണ്ടൊരു ധാരണ ഉണ്ടാക്കിയാൽ മതി. കിഞ്ചിത് ക്വചിത് കഥാചിച്ഛ ആത്മാനം ന സ്മര്യത. എങ്ങും ഒരിക്കലും അല്പം പോലും താൻ ബ്രഹ്മമാണെന്ന ചിന്ത പോലുമില്ല. എന്തെങ്കിലും ആണ് എന്ന് ചിന്തിക്കുന്നതും അതായിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. തുഷ്ണീമേവ സ്ഥിതസ്തുഷ്ണീം സർവം തുഷ്ണീം ന കിഞ്ചന. തുഷ്ണീമേവ, മൗനമായിരിക്കുന്നു, മൗനം മാത്രമായിരിക്കുന്നു.
സർവം മൗനമായിരിക്കുന്നു. മൗനമല്ലാതെ മറ്റൊന്നും തന്നെയില്ല. നിശ്ചല തത്വമാണ്, ഒരു ചലനവുമില്ല. മഹാമൗനമാണ്. എല്ലാ താല്പര്യങ്ങളെയും പ്രവൃത്തികളെയും ത്യജിച്ചിരിക്കുകയാണ് വിദേഹമുക്തൻ. ഒരു താല്പര്യവും അവിടെയില്ല, ഒരു പ്രവൃത്തിയുമില്ല, ഒരു ചലനവും വിദേഹമുക്തനില്ല. കാലം, ദേശം, വസ്തു, ഞാൻ ആദിയായ ഭേദങ്ങൾ അണുമാത്ര പോലും അവർക്കില്ല. നിർഗുണമാണത്, ആത്മരഹിതമാണ്. ജീവാത്മാവ്, പരമാത്മാവ് ഇതൊന്നുമില്ല. നിത്യമാണ്, ശൂന്യമാണ്, സദാ ഒഴിഞ്ഞിരിക്കുകയാണ്. ഈ നിലയിലിരിക്കെയാണ് വിദേഹമുക്തൻ. സ്ഥൂല സൂക്ഷ്മ കാരണങ്ങളോ കോശങ്ങളോ അന്നമയ കോശമോ പ്രാണമയ കോശമോ ഇങ്ങനെയൊന്നുമുള്ള യാതൊരുവിധ കൽപ്പനകളും ഒരു വിദേഹമുക്തനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാണായ വിശ്വത്തിന് ആത്മാവായിരിക്കുമ്പോൾ തന്നെ ബ്രഹ്മത്തിന് വിശ്വമില്ല. കാലത്തിന് ആത്മാവായിരിക്കുമ്പോൾ തന്നെ കാലമില്ലാത്തതായിരിക്കുന്നു ബ്രഹ്മം. ദേവതകൾക്ക് ആത്മാവായിരിക്കുമ്പോൾ തന്നെ ദേവതകളല്ലാതിരിക്കുകയും ചെയ്യുന്നതാരോ അവർ തന്നെ വിദേഹമുക്തൻ. എല്ലാ കൽപ്പനകൾക്കും ആധാരമായ ഊർജമായി നിലനിൽക്കുമ്പോൾ തന്നെ ഇതിനോടൊന്നും അല്പം പോലും ബന്ധമില്ലാതെ നിൽക്കുന്നതെന്തോ അതാണ് ബ്രഹ്മം. ഇതെല്ലാം സകലതും ഇല്ലാത്തത് തന്നെ. ഉള്ളത് കേവലം ബ്രഹ്മം മാത്രം. പ്രബുദ്ധോ നാസ്തി, ഞാൻ ജ്ഞാനിയാണ്, എൻലൈറ്റൻഡ് ആണ് എന്നതും ഇല്ലാത്തത് തന്നെ. അത് ഉറപ്പിച്ചിരിക്കുന്നവനാണ് വിദേഹമുക്തൻ. അസമാധി സമാധ്യന്ത അലക്ഷ്യാലക്ഷ്യവർജിത. സമാധിയിൽ മുഴുകിയതായോ അല്ലാതെയോ കാണപ്പെടുന്നില്ല ഒരു ജ്ഞാനിയെ. ഈ രണ്ടവസ്ഥയും ജ്ഞാനിക്കില്ല. സമാധിയുമില്ല, അസമാധിയുമില്ല, ഒരവസ്ഥയുമില്ല, ഒരു ലക്ഷ്യവുമില്ല, അലക്ഷ്യവുമില്ല. ആരാണോ ഉള്ളതായും ഇല്ലാത്തതായും ഇരിക്കുന്നത് അവർ വിദേഹമുക്തർ. ഉള്ളതായും ഇല്ലാത്തതായും ഇരിക്കുന്നു. ഉണ്ട് എന്നതോ ഇല്ല എന്നതോ ബ്രഹ്മത്തിനില്ല, ഒരവസ്ഥയുമില്ല. ഉണ്ട് എന്ന് കാണപ്പെടുമ്പോൾ തന്നെ അതില്ലാത്തതായിരിക്കുന്നു, ഇല്ല എന്ന് നാം പറയുമ്പോൾ തന്നെ അത് ഉള്ളതായും കാണപ്പെടുന്നു. ആരാണോ സദാ ചൈതന്യം മാത്രമായി സർവചിന്തകളെയും വെടിഞ്ഞ് ഗുണം അഗുണം ഇങ്ങനെയുള്ള വികാരങ്ങളെയെല്ലാം ത്യജിച്ച് കാലദേശങ്ങളില്ലാത്തവരായി, അറിയാനും ഓർമ്മിക്കാനും ഒന്നുമില്ലാത്തവരായി, ബ്രഹ്മചിന്തനം പോലും വെടിഞ്ഞവരായി കാണപ്പെടുന്നത് അവർ വിദേഹമുക്തർ. ബ്രഹ്മം സ്വയം ബ്രഹ്മമാണെന്ന് ചിന്തിക്കേണ്ടതുണ്ടോ? ഇല്ല. അതുകൊണ്ട് ബ്രഹ്മചിന്തനം പോലും അവിടെ ഇല്ല. തസ്മിൻ കാലേ വിദേഹോയ ദേഹസ്മരണവർജിത. ആരാണോ ശരീരം വീണു പോകുന്ന വേളയിൽ പോലും മരണസമയത്തും അല്പം പോലും ശരീരത്തെപ്പറ്റി സ്മരിക്കാതിരിക്കുന്നത്, ആർക്കാണോ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെപ്പറ്റി ചിന്തയില്ലാതിരിക്കുന്നത് അവരാണ് വിദേഹമുക്തർ. ഒരു വിദേഹമുക്തൻ തൻ്റെ ശരീരം വീണു പോകുന്നു എന്നതുപോലും അറിയുന്നില്ല. ശരീരമുണ്ട് എന്നത് തന്നെ അവിടെ വിസ്മൃതമായിരിക്കുന്നു. അപ്പോൾ ശരീരം വീണു പോയാൽ പോലും ഒരു വിദേഹമുക്തൻ അത് അറിയുന്നില്ല. അതവിടെ ബ്രഹ്മമായി തന്നെ നിലനിൽക്കുകയാണ്. ബ്രഹ്മാമൃത രസാധാര ബ്രഹ്മാമൃത രസസ്വയം ബ്രഹ്മാമൃത രസേ തൃപ്ത വിദേഹാൻമുക്തയേവസ. ബ്രഹ്മാമൃത രസത്തിന് ആധാരമായിരിക്കുകയും സ്വയം ബ്രഹ്മാമൃതം തന്നെ ആയിരിക്കുകയും ആ ബ്രഹ്മാമൃത രസം പോലും പാനം ചെയ്ത് തൃപ്തി അടഞ്ഞവനായിരിക്കുകയും ചെയ്യുന്നു വിദേഹമുക്തൻ. തൃപ്തനാണ്, അവിടെ ഒന്നും തന്നെ ആവശ്യമില്ല.
ബ്രഹ്മാമൃതരസം പോലും പാനം ചെയ്ത് അതിൽ തൃപ്തിയടഞ്ഞിരിക്കുകയാണ്. ആരാണോ ബ്രഹ്മാനന്ദരസത്തെ തന്നെ വിവാഹം ചെയ്ത് ബ്രഹ്മാമൃതത്തെ തന്നെ കുടുംബമാക്കി ബ്രഹ്മാനന്ദന്മാരുമായി ചേർന്നിരിക്കുന്നത്, അവർ വിദേഹമുക്തർ. എന്താണോ പുറത്തുള്ളത്, എന്താണോ മായയിൽ ജീവിതമായി അനുഭവിക്കുന്നത്, അതെല്ലാം ബ്രഹ്മമായി ഉള്ളിൽ തന്നെ ഉണ്ട്. ഈ ലോകത്ത് എന്തൊക്കെ അനുഭവങ്ങൾ ഉള്ളതായി തോന്നുന്നു, അതെല്ലാം ജ്ഞാനിക്ക് ഉള്ളിലെ ബ്രഹ്മം മാത്രമാണ്. പുത്രൻ, ഭാര്യ, തൊഴിൽ, പൂജ, ജപം, ധ്യാനം, ധനം, നാമം, ഇതെല്ലാം ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മം തന്നെ പത്നി, ബ്രഹ്മം തന്നെ പുത്രനും, ധനവും ബ്രഹ്മം തന്നെ, നാമവും ബ്രഹ്മം തന്നെ. ബ്രഹ്മമല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. പുറത്ത് പലതായി തോന്നുന്നു, അകത്ത് അഖണ്ഡൈക രസമായ ബ്രഹ്മമായിരിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ ബ്രഹ്മാമൃതത്തിൽ വസിച്ച് ബ്രഹ്മാനന്ദമാകുന്ന ക്ഷേത്രത്തിൽ അമർന്ന് ബ്രഹ്മാമൃതത്തെ തന്നെ ജപിച്ചിരിക്കുന്നവരാരോ അവർ വിദേഹമുക്തൻ. ഒരു ചലനങ്ങളുമില്ലാതെ മഹാമൗനത്തിൽ അമർന്ന് ഭൂമിയിൽ ബ്രഹ്മമായി പ്രത്യക്ഷീകരിച്ചിരിക്കുന്നവരാരാണോ അവർ തന്നെ വിദേഹമുക്തൻ.